എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് ഈ അസൂയ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ അസൂയ ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് നിങ്ങളോട് ഞാൻ പ്രോമിസും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ആ ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആകാതെ അവസാനം വരെ നിങ്ങൾ കാണുക. ഈ അസൂയ എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണല്ലേ. അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചിലരുടെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, ചിലരുടെയൊക്കെ ഒരു പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഈ അസൂയക്ക് കൈയും കാലും വെച്ചിട്ട് എങ്ങനെയാണ് അത് നടക്കുന്നത്, ആ ഒരു രീതിയിലാണ് ചിലരുടെ എങ്കിലും ഒക്കെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരുടെ ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ഉയർച്ച കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സക്സസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു വളർച്ച കാണുമ്പോൾ അവർ ചിരിക്കുന്ന ചിരി എന്ന് പറയുന്നത്, അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആയിരിക്കും. ഇതുവരെ കാണത്തുള്ളൂ, ഇതിന്റെ അപ്പുറത്തോട്ട് അവർക്ക് കാണത്തില്ല. അതേസമയം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, നമ്മൾ സിൻസിയർ ആയിട്ട് ഒരാളുടെ സക്സസ് കണ്ടിട്ട് നമ്മൾ ചിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിരി വരുവാണെങ്കിൽ ആ ചിരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശരിക്കും നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് ചിരിക്കുകയാണെങ്കിൽ ചിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതുവരെ വ്യാപിച്ചു വരും അല്ലെ? അതുപോലെ തന്നെ അവര് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. ശരിക്കും ഒരു വ്യക്തി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു വ്യക്തിയുടെ സന്തോഷം, ഒരു വിജയത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഫുള്ള് ബോഡിയും അത് വൈബ്രേറ്റ് ചെയ്യും അല്ലെ? ശരിക്കും നമ്മൾ ചിരിക്കുമ്പം ആ ചിരി എന്ന് പറയുന്നത് മുഖം നിറച്ചുള്ള ആ ചിരിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് അങ്ങ് വികസിക്കും, നമ്മുടെ കൃഷ്ണമണിയൊക്കെ നല്ലതായിട്ട് വികസിക്കും. നമുക്ക് അത്രത്തോളം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവര് പറയുന്നുണ്ടാവും, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ കൃഷ്ണമണി എന്ന് പറയുന്നത് ചുരുങ്ങി തന്നെ ഇരിക്കും. അവര് സിൻസിയർ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അല്ല നിങ്ങളോട് കാണിക്കുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് അസൂയുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നമ്മളെ നിന്ന് കേൾക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഒരു ശ്രദ്ധയും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയോ എന്തൊക്കെയോ നമ്മൾ പറയുന്നു ഒക്കെ ശരി തന്നെയാണ്, അവര് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, പക്ഷെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിലായിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളോട് അസൂയുള്ളവര് നിങ്ങളെ കോപ്പി ചെയ്യും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറുന്ന രീതി അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നിങ്ങളുടെ സ്വഭാവങ്ങള്, നിങ്ങളുടെ ശൈലി, ഇതെല്ലാം അവര് അതേപടി അവര് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. കാരണം അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മളെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. പക്ഷെ അവിടെയും നമുക്കൊരു വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ നമ്മളെ കോപ്പി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ നല്ല സ്വഭാവം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല പെരുമാറ്റം കണ്ടിട്ട് അത് അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നമ്മുടെ ചില ഫ്രണ്ട്സ്, ചില സുഹൃത്തുക്കൾ. അത് പക്ഷെ അസൂയ ഉള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പ്രത്യേകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മനസ്സിലാക്കുക, അസൂയക്കാർ എപ്പോഴും നമ്മളെ കോപ്പി ചെയ്യുന്നത് അത് അവരുടെ അസൂയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ, അവർ നമ്മളെ കോപ്പി ചെയ്യുന്നത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി ഒരു സ്നേഹിതനാണോ അസൂയക്കാരനാണോ, സ്നേഹിതനെയൊക്കെ നമ്മൾ അസൂയക്കാരനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ചിട്ടല്ല നമുക്ക് നമ്മളോട് അസൂയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ, അതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ കാരണങ്ങളിൽ പല കാരണങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നയാളിന് നമ്മളോട് അസൂയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ എന്ത് പറയാനോ, നമുക്കൊരു നല്ലൊരു ഇൻസ്പിറേഷൻ തരാനോ ഒരു മോട്ടിവേഷൻ തരാനോ ഒന്നും ഇവര് തയ്യാറാവില്ല. പകരം ഇവര് നമ്മളെ എപ്പോഴും തളർത്തിക്കൊണ്ടേയിരിക്കും. നീ അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതൊക്കെ ഭയങ്കര റിസ്ക് ആണ്, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് അതിനകത്തേട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ സമാധാനം കളയാൻ വേണ്ടി നിൽക്കല്ലേ, വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവരെപ്പോഴും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്നവരായിരിക്കും. അതായത് ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ഭാവം അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അവർ പുറമെ കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ആ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും.
അവർക്കറിയാം നന്നായിട്ട്, അവർക്കറിയാം അവരുടെ ഉള്ളിൽ അവർക്കറിയാം ഞാനൊന്നുമല്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ അവരെപ്പോഴും ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവര് നോക്കും. ഞാനാണ് വലിയവൻ, അല്ലെങ്കിൽ എനിക്കാണ് എല്ലാം അറിയാവുന്നുള്ളത് എന്നുള്ളൊരു ഭാവം അവര് കാണിക്കും ഉറപ്പായിട്ടും. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. സഹിക്കാൻ പറ്റില്ല, അത്രത്തോളം നുണയായിരിക്കും. വാ തുറന്നാൽ പറയുന്നതൊക്കെ നുണയായിരിക്കും. കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും അവര്. അങ്ങനെയുള്ളവർക്കും നമുക്ക് ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം, അവര് നമ്മളോട് അസൂയുള്ളവരാണ് എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അവര് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും, മറ്റുള്ളവരെ കുറിച്ച് നമ്മളോട് വന്ന് പറയും. ഇങ്ങനെ കല്ല് വെച്ച നുണകൾ ഇങ്ങനെ അവർ ഫ്രീക്വന്റ്ലി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊരു ഭയങ്കര ഒരു എക്സ്പേർട്ട് ആയിരിക്കും കേട്ടോ അവര്. അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാവീണ്യം ഉണ്ടായിരിക്കും ഇങ്ങനെ പറയാനായിട്ട്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ഒരുപാട് നിയന്ത്രിക്കുന്നവരായിരിക്കും. ഓവർ കൺട്രോളിങ് എന്നൊക്കെ പറയില്ലേ, നമ്മളിൽ ഒരുപാട് ആധിപത്യം സ്ഥാപിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, ഇവരോട് മിണ്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഈ അസൂയുള്ളവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവര് സ്വയം അവനവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന്, അതുപോലെ തന്നെയാണ് ഇവരെപ്പോഴും അവനവനെ കുറിച്ച് തന്നെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി ശരിയായിട്ടുള്ള വേർഡ്. അതെ, അവനവനെ കുറിച്ച് തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴും ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ അഭിനന്ദിക്കുമ്പോൾ, ആൾക്കാരെയൊക്കെ അഭിനന്ദിക്കുമ്പോൾ അതൊരു ഫേക്ക് ആയിട്ട്, അതൊരു എന്താ പറയാനാ, സിൻസിയർ ആയിട്ട് അല്ലാത്തുള്ള അഭിനന്ദനങ്ങളുണ്ടല്ലോ, അത് ഇവരുടെ ഒരു പ്രത്യേക ലക്ഷണമാണ് കേട്ടോ. നമ്മൾ അഭിനന്ദിക്കുന്നത് ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല. അവരെ അഭിനന്ദിക്കുന്നുണ്ടാവും, പക്ഷെ അത് ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം ആയിരിക്കില്ല. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വളർച്ച. മറ്റുള്ളവര് വളരുന്നത് കാണാൻ ഇവർക്ക് ഒരിക്കലും സഹിക്കില്ല. അവർക്ക് തീരെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് ഭയങ്കര മൈൻഡിനകത്തൊരു വെപ്രാളമായിരിക്കും മറ്റുള്ളവര് വളർച്ച കാണുമ്പോൾ, മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ. അവർക്ക് മനസ്സിനകത്ത് എന്തെന്നില്ലാത്തൊരു കത്തൽ എന്നൊക്കെ പറയില്ലേ, ഒരു ആളല്, അതായിരിക്കും അവർക്ക് എപ്പോഴും അവർക്ക് ഉണ്ടാവും. അവരൊരിക്കലും നിങ്ങളോടൊന്നും പറയില്ല, അത് കൊള്ളാം, അത് നല്ലതാ, നീ ചെയ്തത് നന്നായി കേട്ടോ, നിനക്ക് അത്രയും കഴിവുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സംഭവം അവര് നിങ്ങളോട് വന്ന് പറയത്തേയില്ല. ആരെങ്കിലും ഇനി വളരുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി അവർക്കൊരു പുരോഗതി ഉണ്ടായാലും, അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സഹിക്കാനും പറ്റില്ല. അത് കേൾക്കുന്നത് തന്നെ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മെന്റാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇവർക്ക് മറ്റുള്ളവരുടെ വളർച്ച കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് ഒരു കാരണവും ഇല്ലാതെ മറ്റുള്ളവരെ എതിർക്കും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, അവർ അസൂയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ എതിർക്കാൻ വേണ്ടിയിട്ട് നോക്കും. നിങ്ങൾ ഇനി എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അവരതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവർ നമ്മുടെ നേട്ടങ്ങളെയൊക്കെ ചെറുതായി കാണും. മനസ്സിലായോ? നമ്മളോട് അസൂയുള്ളവര് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ കൈവരിക്കുമ്പോൾ, ഇത് ഇത്രയേ ഉള്ളോ, ഇതിപ്പോ ആർക്കാണെങ്കിലും പറ്റും, ഇത് എന്നെ കൊണ്ടാണെങ്കിലും പറ്റും, ഇത് നിന്നെ കൊണ്ടാണെങ്കിലും പറ്റും, ഇങ്ങനെ നമ്മളെ നേട്ടങ്ങളെയൊക്കെ വളരെ ചെറുതായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഈ അസൂയുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളോ, ഇത് വലിയ കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ അവര് ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. ഇത് കാണുന്നതിനോടൊപ്പം തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ഒരു തെറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നാൽ പോലും അവര് അത് വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് വളരെ വലുതാക്കി വലിയൊരു പ്രശ്നമാക്കി അവര് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവരിങ്ങനെ ഇൻഡയറക്ട്ലി അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പല ആൾക്കാരോടും അവര് എന്താ പറയാനാ, അവരിങ്ങനെ വിചാരിക്കും അവര് ചെയ്യുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് വരുത്തി തീർക്കുവാണെന്ന് വിചാരിച്ചിട്ട് അവര് പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാം നമ്മളെക്കുറിച്ച് ദോഷമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മളിൽ നിന്ന് തെറ്റിപ്പിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമില്ലാതെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് അനാവശ്യം പറഞ്ഞു കൊടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവർക്ക് കടുത്ത മത്സര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. എവിടെയും മത്സരിക്കണം, ആൾക്കാരുമായിട്ട് മത്സരിക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് മനഃപൂർവ്വം നമ്മളെ കുഴിയിൽ ചാടിക്കുവാനായിട്ട് അവര് നോക്കും. മനഃപൂർവ്വം അവർ ശ്രമിക്കും. അവർക്കറിയാം അതിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നറിയാം. പക്ഷെ മനഃപൂർവ്വം അവർ നമ്മളെ കുഴിയിൽ ചാടിക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ വീഴ്ചകളെയും അവരെ ആഘോഷിക്കും, ഭയങ്കരമായിട്ട് ആഘോഷിക്കും. നമ്മുടെ ഓരോ വീഴ്ചകളെയും
അവര് ആഘോഷിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് നമ്മുടെ പ്ലാനുകളൊക്കെ സ്പോയിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും അവർക്കുള്ളത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് നിങ്ങളെ ഒരുപാട് വെറുക്കുന്നവരാണ്. നിങ്ങൾക്ക് പുറമേ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷെ അവര് നിങ്ങളെ ഒരുപാട് മനസ്സുകൊണ്ട് വെറുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളെ അപമാനിക്കും. നിങ്ങളുടെ കുറ്റങ്ങൾ കുറെ പേര് കേട്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് നിങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ നേടിയ കാര്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മെന്റാലിറ്റി ഇങ്ങനെയുള്ളവർക്കുണ്ട്, അസൂയുള്ളവർക്ക് കേട്ടോ. അവർക്കറിയാം അസൂയ എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാവുന്നത്, നമുക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്കെതിരെ ആൾക്കാരെ ഇങ്ങനെ ഇളക്കി വിടുന്ന ഒരു സ്വഭാവം. ഇവർക്ക് എന്താ പറയാനാ, ഇവർക്ക് നേരെ നിന്ന് നമ്മളോട് പൊരുതാനുള്ള ശക്തിയില്ല. അവർക്ക് നട്ടലില്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറയില്ലേ. പക്ഷെ അവര് പുറകിൽ നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുറകിൽ നിന്ന് നമ്മളോട് എന്താ പറയാനാ, നമ്മളെ നേരിൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളോട് അസൂയുള്ളവരുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ഓരോ ലക്ഷണങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ കണ്ടെത്തുക നിങ്ങളോട് അസൂയുള്ളവർ ആരൊക്കെയാണ്. എന്റെ മുന്നിലേക്ക് വന്ന് എന്നോട് സംസാരിക്കുന്നവരിലെ എത്ര പേര് എന്നോട് അസൂയുള്ളവരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളുകളിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് കോച്ചിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും ഒക്കെ ഡെയിലി വരുന്നുണ്ട്. നിങ്ങൾക്കും എൻ്റെ ഹാപ്പിനെസ് ഗ്രൂപ്പിന്റെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് ഉണ്ട്. വാട്സപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. ജീവിത വിജയം നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെയുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. താങ്ക്